യഥാർത്ഥത്തിൽ മുന്നൊരുക്കം ചെയ്യുന്നതിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരെ കാട്ടി ഒരു പോരായ്മ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രചരണ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് ഡിലേ വന്നു. ഇപ്പോൾ ഇവിടെ ഉമാ തോമസ് കോടികളാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമാ തോമസ് എന്ന വ്യക്തി കോടികൾ ചിലവഴിക്കുന്നതല്ല, ഉമാ തോമസിന് വേണ്ടി പ്രചരണത്തിന് ആരൊക്കെ സഹായിക്കുന്നു കോടികളാണ്. കാരണം ഇവിടുത്തെ കോർപ്പറേഷൻ ബോർഡുകൾ, മുനിസിപ്പാലിറ്റി ബോർഡുകൾ, എവിടെ നോക്കിയാലും ഇവരുടെ വലിയ വലിയ കട്ടൗട്ടുകൾ, കാര്യങ്ങൾ എന്ന് വേണ്ട. ഞാൻ എന്നെ അത്ഭുതത്തോടെ ചിന്തിക്കുന്നത്, ഒരു MLA കഴിഞ്ഞ 4 വർഷം കൊണ്ട് പ്രവർത്തിച്ച് ഇത്രയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നതിന് ശേഷം എന്തിനാണ് ഇവർക്ക് ഇത്രയേറെ കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളതാണ്. അപ്പം എന്നാൽ അതിൻ്റെ 1/3 പോലും നമ്മളാരും ചിലവഴിച്ചിട്ടില്ല. തൃക്കാക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ നിലവിൽ ചിലവ് ഏറ്റവും കുറച്ച് ചെയ്തേക്കുന്നൊരു സ്ഥാനാർത്ഥി ഞാനാണ്. അതിന് 2 കാരണങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഈ പ്രീ വർക്കുകൾ ചെയ്യാൻ നമുക്കറിയാം. ഇവിടെയാണ് നമ്മൾ മത്സരിക്കുന്നതെന്നൊന്നും മുൻകൂട്ടിയുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല. 2020 ഏതൊക്കെ മണ്ഡലങ്ങളാണ് മത്സരിക്കുന്നതെന്നൊന്നും NDAയുടെ തീരുമാനങ്ങളൊക്കെ വന്ന അവസാന സമയത്താണ്. അപ്പം മുന്നൊരുക്കത്തിൽ നമ്മൾ കുറച്ച് പിന്നിലായിരുന്നെങ്കിലും മത്സരരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ മുന്നൊരുക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാമായിരുന്നു എന്നൊരു പ്രതീക്ഷയുണ്ട്. ഒരുപാട് സ്ഥലത്തേക്ക് എത്താനും ഈവൻ നമ്മുടെ വോട്ടർ പട്ടികയൊക്കെ കുറച്ചുകൂടെ വിശദമായി പഠിക്കാനൊരു സമയം കിട്ടിയിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിൽ 2020 കുറച്ച് പ്രശ്നം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം BJP ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തു എന്നാണ്.